പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 18 ശനി. 2 ശമൂവേൽ 12 അധ്യായം 7 വാക്യം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ചില വാക്കുകൾ നമ്മുടെ ചെവിയിൽ പതിക്കും, ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിക്കും. എന്നാൽ ചില വാക്കുകൾ ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്ന് നാം ധ്യാനിക്കുന്നതായ വചനം അങ്ങനെയുള്ളൊരു വചനമാണ്. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു വാചകം പറഞ്ഞു, നീയാകുന്നു ആ മനുഷ്യൻ. ഇതൊരു കുറ്റാരോപണമല്ല, ഒരു ഉണർവിൻ്റെ മണിനാദമാണ്. ഒരു ശാസനയേക്കാൾ ഉപരി ഒരു ആത്മീയ ഉണർവിൻ്റെ തുടക്കമാണ്. ദാവീദ് ഒരിക്കൽ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. ഗോല്യാത്തിനെ വീഴ്ത്തിയ ധീരൻ, സങ്കീർത്തനങ്ങളുടെ കവി, ആരാധനയുടെ രാജാവ്. എന്നാൽ ഒരു ദിവസം അവൻ ദൈവത്തെ നോക്കേണ്ട കണ്ണുകൾ സ്വന്തത്തിലേക്ക് തിരിച്ചു. ആത്മീയ ജാഗ്രത കുറഞ്ഞപ്പോൾ പാപം ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഒരു പാപം മറ്റൊരു പാപത്തെ വിളിച്ചു. ഒരു മറച്ചുവെക്കൽ മറ്റൊരു മറച്ചുവെക്കലിന് വഴിയൊരുക്കി. അപ്പോഴാണ് ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചത്. നാഥാൻ ഒരു കഥ പറയുന്നു. ദാവീദ് ആ കഥ കേട്ട് നീതിയുടെ വിധി പ്രസ്താവിച്ചു. എന്നാൽ ആ വിധി കേട്ട ശേഷം നാഥാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞത് ഒരു വാചകമാണ്, നീയാകുന്നു ആ മനുഷ്യൻ. ആ ഒരു വാചകം ദാവീദിന്റെ കിരീടത്തെ സ്പർശിച്ചില്ല, എന്നാൽ അവൻ്റെ മനസ്സാക്ഷിയെ സ്പർശിച്ചു. സിംഹാസനം കുലുങ്ങിയില്ല, അവൻ്റെ ഹൃദയം കുലുങ്ങി. ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ പ്രഭാതം ഉദിച്ചു. ഈ സംഭവത്തിൽ നാം ആദ്യം കാണേണ്ടത് ദൈവവചനം മറ്റുള്ളവരെ വിധിക്കാനുള്ള കണ്ണാടിയല്ല, നമ്മെ തന്നെ കാണാനുള്ള കണ്ണാടിയാണ് എന്നതാണ്. സ്വന്തം ഹൃദയത്തിലെ അഹങ്കാരവും അസൂയയും ക്ഷമിക്കാത്ത മനസ്സും മറഞ്ഞിരിക്കുന്ന പാപങ്ങളും കാണാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ദൈവവചനം ഒരു പ്രകാശമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ആ പ്രകാശം മറ്റൊരാളുടെ ജീവിതത്തിനല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഇരുണ്ട കോണുകളിലാണ് ആദ്യം തെളിയേണ്ടത്. രണ്ടാമതായി ഈ വചനം പറയുന്നു, ദൈവം നമ്മുടെ പാപം വെളിപ്പെടുത്തുന്നത് നമ്മെ തകർക്കാനല്ല, നമ്മെ തിരികെ സ്വന്തമാക്കാനാണ്. നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, ദാവീദിനെ തിരിച്ചു പിടിക്കാനാണ്. ദൈവത്തിൻ്റെ ശാസനയിൽ പോലും സ്നേഹത്തിൻ്റെ ഒരു സുഗന്ധം ദർശിക്കാൻ സാധിക്കുന്നു. അവിടുത്തെ തിരുത്തലിൽ പോലും കൃപയുടെ സ്പർശമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് ന്യായീകരണത്തിൻ്റെ വഴിയല്ല, മാനസാന്തരത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത്. അവൻ പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അതാണ് അവൻ്റെ തോൽവിയെ വിജയമാക്കിയത്. അതാണ് അവൻ്റെ കണ്ണുനീരിനെ സങ്കീർത്തനമാക്കിയത്. അതാണ് അവൻ്റെ തകർച്ചയെ സാക്ഷ്യമാക്കിയത്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നമ്മോടൊന്നും നിശബ്ദമായി സംസാരിക്കുന്നുണ്ട്. ആരോടും പറയാത്ത ഒരു മുറിവിനെ കുറിച്ചാകാം, ക്ഷമിക്കാതെ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയെക്കുറിച്ചാകാം, വിട്ടുകൊടുക്കാത്ത അഹങ്കാരത്തെക്കുറിച്ചാകാം, ദൈവത്തിൽ നമ്മെ അകറ്റുന്ന ഒരു രഹസ്യ പാപത്തെക്കുറിച്ചാകാം. മനുഷ്യരുടെ മുൻപിൽ അവ മറയ്ക്കാൻ കഴിയും, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവയെ മറയ്ക്കാനാവില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ശിക്ഷയുടെ ഭാഷയിലല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിളിക്കുന്നു. അവിടുന്ന് പറയുന്നു, മകനെ മകളെ, നീ എന്നിലേക്ക് മടങ്ങി വരിക, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാനാണ് വിളിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പറയാം, കർത്താവേ, നിന്റെ കൃപയാൽ എന്നെ പുതുക്കണമേ. ദാവീദിനെ പുനഃസ്ഥാപിച്ച അതേ കൃപയാൽ എന്നെയും രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ തിരിച്ചറിയുവാൻ, ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുവാൻ കൃപ നൽകണമേ. ദാവീദിനെ പുനഃസ്ഥാപിച്ച അതേ കൃപയാൽ ഞങ്ങളെയും പുതുക്കി നിന്റെ ഹൃദയപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.